അയാളങ്ങനെ ആ പള്ളിയിൽ പറയാണ്ടായി 10-18 കൊല്ലായി. നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട്, നിങ്ങൾ ബേജാറാക്കി കണക്കയിൽ ബേജാറുമില്ല. കഷ്ടകാലത്തിന് അയാൾക്ക് ഷുഗർ വന്നു, രോഗം, അള്ളാഹു കാക്കട്ടെ. അങ്ങനെ വന്നിട്ടാകുമ്പോൾ ഈ ഷുഗറുള്ളവർക്ക്, ചില ഷുഗറുള്ളവർക്ക് വിശപ്പ് കൂടുതലോ, പൈപ്പ് കൂടുതലോ. അതായത് മുന്നേ 4 പിണ്ടി തിന്നിനെങ്കിൽ ഇനി അവർ 8 പിണ്ടി തിന്നേണ്ടി വരും. മരുന്നിൻ്റെ പവറാണത്. അങ്ങനെ ഇയാൾക്ക് ഈ സത്യത്തിൽ പരന്നു കൊണ്ടിരുന്നതല്ല, ടിഫിനിലിട്ടിട്ട് ബുത്തിൽ കൊണ്ടിരുന്നതല്ലേ. കൊണമെങ്കിൽ എത്ര നമുക്കറിയുന്നില്ലേ. ചില ഉടുപിടിച്ച പരന്ന് തന്നെ 1.5 പിണ്ടി. അങ്ങനത്തതുണ്ട് കുറെ. ജാലിട്ട അടക്കൊക്കെ കണക്കുകയല്ല, ഉസ്താദിന്റെ ബുത്തിൽ 1.5 പിണ്ടി കടുമ്പ്. അപ്പൊ അങ്ങനത്തത് വന്നെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മതിയാന്നാ, ഇയാൾ കുളിയാനുണ്ട് 1.5 കിലോ. ഇതിപ്പോ ഇയാൾക്ക് മതിയാന്നുമില്ല. ചില വരുന്നത് ഇങ്ങനെയും. ഇയാൾക്ക് ഇനി ചെല്ലണമെന്നുണ്ട്, അങ്ങനെ ചെല്ലാൻ അറിയുന്നുമില്ല, ഇയാൾക്ക് മതിയാന്നുമില്ല. ഇയാൾക്ക് ഷുഗറുമായി മതിയാവാണ്ടിരിക്കുമ്പോൾ ഇയാളെ തടിയും പോയി, എല്ലാം പോയി. അവസാനം ഇയാളൊരു വെള്ളിയാഴ്ച പ്രസംഗിച്ചാല എന്തെന്നറിഞ്ഞാൽ, ഞാൻ ഇത് ചെല്ലുന്നതിനറിയോ, നമ്മൾ ആവശ്യമുള്ളത് ചർച്ചയാക്കുന്നില്ല, ആവശ്യമില്ലാത്തതിലേക്ക് തന്നെ പോകുന്നതെന്ന് ഇഷ്ടമാണ്. ഇരിക്കട്ടെ, ഞാൻ നീട്ടുന്നില്ല. അതല്ല മൂത്തരുള്ള ജുംലയാണ്, നിങ്ങൾക്കൊരു പാടുള്ളത് കൊണ്ട് ഞാനത് ഇടക്കിട്ടെന്ന് മാത്രം. ഇയാൾ ഏതായാലും പ്രസംഗിച്ച് വെള്ളിയാഴ്ച കഴിഞ്ഞ പടം പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇതുവായിരുന്നു, ഭക്ഷണം തരുന്നവർക്കും നാട്ടുകാർക്കെല്ലാം ബർക്കത്തിന് ഇതുവായിരുന്നിട്ട് ചെല്ലി എനിക്ക് നിങ്ങളൊരു വിഷയം ചെല്ലാനുണ്ട്, എന്ത് അല്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ പോലെ 1.5 ദിവസം ഒന്നും കടത്തി കണക്ക് മതിയാകുന്നില്ല. അത് മതി ആട്ടി. ഇപ്പം ഷുഗറെല്ലാം ഉള്ളതിനെ കൊണ്ട് കുറച്ച് ഏറെ വിശപ്പെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ കടത്തുന്നത് നേരെ ചന്തത്തിൽ എന്നെ കടത്തി, ഞാൻ എന്നെ വേണ്ടിയ പോലെ ആക്കാം, ബെടക്കവല്ല, ഞാൻ എറിയല്ല, നായ്ക്കെറിയല്ല, ഞാൻ എന്നെ തിന്നു, അല്ലെങ്കിൽ ഞാൻ വേറെ ഒന്നും ആക്കിയിട്ട് ഉപയോഗിക്കും. ഏതായാലും നിങ്ങൾ കടത്തുമ്പോൾ കഞ്ഞിത്തരം കാട്ടണ്ട, നിങ്ങൾ നേരെ മര്യാദയ്ക്ക് എന്നെ കടത്തി എന്ന് ചൊല്ലിയിട്ട് ചില വരുന്നതിൻ്റെ കോലം ഇയാളൊന്ന് ചെല്ലി തിരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞാൽ ചില വരുന്ന ദോശ കണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയങ്ങ് അത് മജിർ പള്ളത്തൊക്കെ പാറും ഇയാൾ ചെല്ലി. അതായത് അത്രയും തെളുപ്പിൻ്റെത് എന്നും ആന്നില്ല, ഭയങ്കര മൃദുത്വ, സിമ്പിൾ സിറ്റിങ് ചെല്ലെങ്കിൽ ഭയങ്കര ചെറുത്. ഊതിയെങ്കിലും അവിടെയൊക്കെ പാറും. എല്ലാം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് രണ്ടാമത്തെ ദുആവും കഴിഞ്ഞ് ഖബർ സിയാറത്തും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് സുബ്ഹാന റബ്ബി പള്ളിൻ്റെ പുറത്ത് ചർച്ച അല്ലേ. അരി ഇപ്പത്തെ കമ്മിറ്റി, മാജി കമ്മിറ്റി, മുന്നത്തെ കമ്മിറ്റി എല്ലാവരും കൂടി ചർച്ച എന്തറിഞ്ഞാൽ അത് ഉസ്താദ് അങ്ങനെ ചെല്ലേ ഊടെ പിടിച്ചിട്ട് ഊതി അങ്ങ് മജിർ പള്ളത്തൊക്കെ പാറുന്നു. അതിൻ്റെ ഇടയിൽ അവിടെ ദൈഗോളിൽ കറണ്ടിൻ്റെ കമ്പയില്ല, അവിടെ ചിക്കാലേ. ഓർക്കിപ്പോൾ ചർച്ച അത്. അല്ലാണ്ട് ഈ നാളെ ബുദ്ധിക്ക് അങ്ങനെ വേറൊന്നും ഉറക്കണ, അങ്ങനെ പല്ല് ഒരു ചെല്ലണ, ഇനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം, അതല്ല ചർച്ച. അത് ഊതി അങ്ങ് അവിടെ പോകുന്ന ദൈഗോളിൽ കറണ്ടിൻ്റെ കമ്പയില്ല, അവിടെ ചിക്കാലേ. ഇതേ ചർച്ച ആക്കണ്ടി.